ഇഷ്ടംപോലെ വണ്ടികൾ ടാക്സി കണ്ടമാനം വന്നിട്ടുണ്ട് കേട്ടോ. തിരക്കേക്കും ചിലപ്പോൾ അവിടെ എത്തുമ്പോ അല്ലേ നമ്മള് നേരെ ചെല്ലുമ്പോണ്ട് അവിടെ ഒരു അമ്പലത്തിന്റെ ഇതിങ്ങനെ കാണുന്നുണ്ട്. ഷോർട്ട് കട്ട് ഉണ്ടോ? ഷോർട്ട് കട്ടാ? എന്താ പറഞ്ഞേ? ഇതിലൊരു അങ്ങാടി ഉണ്ട്, അതിലെ ഷോർട്ട് കട്ട് ഉണ്ട്. അപ്പൊ നമുക്കെന്നാ അതിലിങ്ങനെ പോയി നോക്കല്ലേ? നമ്മള് അത് നോക്കിയ ചക്കയുടെ ചോള പറിച്ച് വെച്ചിട്ട് ഇവിടെയൊക്കെ ഫുള്ള് പാർക്കാത്. പാർക്കാണ് അവിടെ. ഇതില് പോയാലും എങ്ങനെ ഇതിലേ പോകാൻ പറഞ്ഞ് അതിലെ പോയിട്ടോ? അതതിന്റെ മേലെ കയറാനല്ലേ? ഇതെന്താ ഇവിടെ ഒരു സംഭവം? ഉദ്യാനം, ശ്രീ ഉദ്യാനം. ഇത് പാർക്കാണ്. കഴിഞ്ഞ പാർക്കിലോട്ട് പോണ്ടിയാ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് നേരെയാവും. ഇങ്ങോട്ട് അവിടെ നോക്കണം. സൈഡില്ല. ഇതാണ് രണ്ട് കുന്നുണ്ട് കയറണം, ഒന്നപ്പുറത്തും ഒന്ന് അത് കണ്ട ആ മല കാണല്ലേ? നമുക്ക് അതും കയറണം ഇതും കയറണം, രണ്ട് മല ഇത് കയറണം. ഇതാണ് ഒരു കുളം, ഇതുണ്ട് പറഞ്ഞില്ലേ നമ്മള് നേരത്തെ പറഞ്ഞേ? ഇത് മതിൽക്കെട്ട് പോലെ കാണാൻ. അതിന്റെ അപ്പുറം കുളം കടകളൊക്കെ നോക്കി. ഇപ്പൊ ഞങ്ങളിപ്പോ നിക്കുന്നത് നമ്മളെ ശ്രാവണ ബലഗോള എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ, അതായത് കർണാടകയില്. പിള്ളേർക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. തിരിച്ചു വരുമ്പോ കിച്ചുവിനൊരു കോള. അതെന്താ സാധനം വലിയ കുടം പോലെ? അത് ഇതല്ല, പിച്ചള. എന്താ പിച്ചളെ? ചെമ്പോ? എന്താണ് സാധനം? ചെമ്പ്. അതാണല്ലേ? ഇതാണ് കുളം. ഇത് ഈ കമാനം എന്താണ്? കുളത്തിലോട്ട് പോകാൻ പറ്റില്ല. ചെരുപ്പിട്ട് പോകാൻ പറ്റില്ല. ചെരുപ്പ് നമ്മളെവിടെ ഇടണം? ചെരുപ്പ് എവിടെയെങ്കിലും വെക്കേണ്ടി വരും. ഇവിടെ ഇട്ട് പോകണം നമുക്ക്. പക്ഷെ ആരും ഇവിടെ ഊരിച്ച് കാണാനില്ലല്ലോ. അതിപ്പോ എന്താ സംഭവം? എവിടെയാ അത്? ചെരുപ്പ് ഊരി വെച്ചല്ല, ചെരുപ്പ് കടയാ. അല്ല, അത് ചെരുപ്പ് കടയാണ് അവിടെ ഉള്ളത്. അതൊന്ന് കൊട്ടിയതാ, ഒന്ന് കൊട്ടിയതല്ലേ? ഇത് ಇಲ್ಲಿ ಮೇಲೆ ಹೋಗ್ಲಿಕ್ಕೆ ದಾರಿಯಲ್ಲಿ ರೈಟಾ? ಚಿಕ್ಕಪೇಟೆ ಅಲ್ಲಿ ಆ ಕಡೆ. നമുക്ക് ആദ്യം എങ്ങോട്ട് പോണ്ടേ? ആദ്യം നമുക്ക് എങ്ങോട്ട് പോണ്ടേ? നമുക്ക് അതിൽ പോവാ. അവിടെ ഇതുണ്ട്, എൻട്രൻസ് ഉണ്ട്. വരുമ്പല്ലേ ഇവിടെ പാർക്ക് ചെയ്യാന്ന് തോന്നുന്നു. ഇവിടെ ഇട്ടാ മതിയെന്നല്ലേ? കാണുന്നവരോട് പൈസ വാങ്ങുവര്. അവിടെ ഉള്ളവര് കാണുമ്പോ പറയാ അവിടെ ഇടാൻ. കുറച്ച് ഇങ്ങോട്ട് വന്നിട്ടായിരുന്നെങ്കിലേ കൊറേ ദൂരം നടക്കണ്ടായിരുന്നു അല്ലേ? നമുക്ക് അതിലേ പോകണ്ടേ? വിന്ധ്യാഗിരി. നമ്മള് നടുവില് കുടുങ്ങിയോ? വണ്ടികള് തലങ്ങും വിലങ്ങും വണ്ടികളില്ലേ? വിന്ധ്യാഗിരി മഹാദ്വാർ. എന്താണ്? കോലെല്ലാം വരയ്ക്കുന്നുണ്ട്. അങ്ങോട്ടാണ് പോണ്ടേ. അപ്പൊ ചെരുപ്പ് എവിടെ നോക്കണം ഇനി. പിന്നെ ആരും എവിടെയും ചെരുപ്പ് ഉരച്ചൊന്നും കാണുന്നില്ല. ചെരുപ്പിട്ടാണ്ട് പോണല്ലേ? ചപ്പൽ സ്റ്റാൻഡ് ഉണ്ടോ? അല്ലയാ, ഇഷ്ടംപോലെ കടകളുണ്ട് അല്ലേ? എന്തൊക്കെയോ വാങ്ങാൻ തോന്നുന്നു. കരിമ്പം കീച്ചല്ലോ നമുക്ക്. ഫ്രഷ് കരിമ്പ് ജ്യൂസ്. തൊപ്പി വീട്ടിലുണ്ടല്ലോ നിനക്ക്? തൊപ്പി വീട്ടിലുണ്ട്. കരിമ്പ് ജ്യൂസ് ഉണ്ടോ? എവിടെ ജ്യൂസേ? ഫ്രഷ് ചാറിങ്ങനെ ഒഴുകി വരിക. ഇത് നമ്മളെ നാട്ടിൽമാർക്ക് കൊറേ വലിയ ഒച്ചംവിളി മാത്രമല്ല, അരച്ചരച്ച് ചണ്ടിയാക്കുന്നില്ല. ഇല്ല, ഇതിങ്ങനെ ആക്കുന്നുള്ളൂ. മറ്റേത് ഉണക്കി ഇങ്ങോട്ട് കൊട്ടം കടിച്ച് വൈക്കോലും മരിക്കാക്കി എടുക്കുക. അതൊന്നിനും പറ്റൂല. ഒന്നിനും പറ്റൂല. ഇത് കണ്ടെങ്കിൽ എന്താ നല്ല ചാറ് പിഴിഞ്ഞ് തരാണ് അവര്. കറക്റ്റ് ആ ഇതിലുള്ളത്. അതിനകത്ത് കിട്ടുന്ന മാത്രമേ അവരെടുക്കുന്നുള്ളൂ.
ഒറ്റ വട്ടേ വിടണുള്ളൂ അല്ലേ? അതിന്റെ തണ്ട് കാണിച്ചു കൊടുക്കുക. ആ തണ്ട് കണ്ടില്ലേ? അപ്പൊ ഒരു വട്ടം ഉപയോഗിച്ചത്. തേനീച്ച ഉണ്ടോ? തേനീച്ച ഇഷ്ടം പോലെ ഉണ്ട്. ചെറിയൊരു കടലേ തേനീച്ച. എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. രസല്ലേ? കരിമ്പ് കുടിച്ചോണ്ട് മേലേക്കാണ് കയറാം. 500 സ്റ്റെപ്പ് ഉണ്ട് മേലേക്ക്. ഒന്ന് എനർജി ആക്കി ഒന്ന് പവർ ആക്കിയിട്ട് കയറി പോകാം. എപ്പൊ നടന്ന് മേലെത്തുന്ന അറിയില്ല, അവിടുന്ന് ഇങ്ങോട്ട് എപ്പോ എത്തുന്നു അറിയില്ല. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോ? എത്ര? 20 ഇപ്പത്തല്ലേ? 20 വെച്ചോ. സംഭവം എന്താ വെച്ചാല് കൂട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും മേലെ കയറ്റാൻ ഒന്നും പറ്റില്ല. ഞാൻ കുറച്ച് ബേക്കറി കേക്ക് എടുത്തേന്. അവിടെ എത്തുമ്പോ പൈക്കുമ്പോ തിന്നാലായിരുന്നു. അതൊന്നും ഇവിടെ നടക്കൂല. തെറ്റിച്ചു വന്നിട്ട് എടുത്തോളേ ഒന്ന്. അപ്പൊ ഇനി ഇത് മൊത്തം കേറി പോണം. മൊത്തം ഒരു 500 സ്റ്റെപ്പ് ഉണ്ടല്ലേ മേളിലോട്ട്. എണ്ണി പോകാല്ലേ? എണ്ണിക്കോളി നിങ്ങൾ എണ്ണിക്കോളി. ഞാനല്ല എണ്ണാന്. എന്നാ പോരെ പോവാ. കൊറേ ആള് മേലെത്തി. സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ നടക്കും തുള്ളിച്ചാടി. ഇത് ഇതേപോലത്തെ ഓരോ ബസ്തികൾ ഉണ്ടല്ലോ ഇവിടെ. ഇതേ ഇത് നമ്മള് വിചാരിച്ച മാറിക്കുള്ള സ്റ്റെപ്പല്ല. ഇത് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ച സ്റ്റെപ്പ് ഇങ്ങനെയല്ല. ഇതേ കൊറച്ച് കേറുമ്പോ തന്നെ കാലിന്റെ മുട്ടിങ്ങനെ എന്തോ പോലെ ഉണ്ടല്ലേ, തെന്നുന്നുണ്ടല്ലേ ചെറുതായിട്ട്. ഈ കല്ല് നോക്കി ഇങ്ങനെ എത്രയും ഇതിൽ കെട്ടി കെട്ടി ചെത്തി എടുത്തല്ലേ. അപ്പൊ എല്ലാരും എങ്ങനെ അതിന്റെ മേലെത്തി? സംഭവേ എനിക്ക് കയറാൻ കഴിയും തോന്നുന്നില്ല. നിന്ന് മെല്ലെ മെല്ലെ പോണ്ടി വരും. എനിക്ക് താഴത്തേക്ക് നോക്കുമ്പോ തലറങ്ങണായിരിക്കും. ഒരു 10-50 സ്റ്റെപ്പ് കയറി കാണും. ഇപ്പൊ അങ്ങോട്ട് നോക്കുകയാണ് നിങ്ങള്. ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കണ്ടോ? നമ്മള് നടന്ന് കുറച്ചിങ്ങോട്ട് കേറി പോട്ടോ. നടന്നണ്ട് മടുത്തു. അവിടെയാണ്ട് വലിയൊരു കുളം. അങ്ങപ്പുറം വേറൊരു പാറയും കാണാം. ചുറ്റും ഇങ്ങനെ കാണാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചിത്രംപള്ളി ഇരിക്കുന്ന ഇരുത്തം കണ്ടങ്ങള്. ഏതാണ് ആ ഇരുത്തം? പുലി പോലെ വന്ന മനുഷ്യനാണ്. ഹൈറ്റ് കയറാൻ കഴിയില്ല. എന്താ അറിയില്ല, എനിക്കിങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോ പേടിയാകും. താഴത്തേക്ക് നോക്കണ്ടേ? പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോ പേടിയാകും. ഇത് ഇങ്ങനെ ആകെ കുത്തി മറിഞ്ഞു അങ്ങനെ ഒരു എന്താ പറയാ, കുത്തി മറിഞ്ഞ വീട്ടുകാരൻ അത് പിടിച്ചുകൊണ്ടല്ലേ കേറുന്നേ. എനിക്ക് പേടിയായിട്ട് കുത്തനല്ല കേറുന്നേ, ചെരിഞ്ഞാവ് കേറി പോണേ. ആ ചങ്ങയൊക്കെ പാഞ്ഞു പോകും. പാഞ്ഞു പോകാം. ഇതിനൊന്നും ഇല്ലല്ലോ, എത്ര വലിയ ചൊറയൊന്നുമില്ല. എന്നാ പോവുക. ചേട്ടായി മുന്നിലേക്ക് പോയിട്ട് ഞങ്ങള് ബാക്കിൽ വന്നോളാം. ഇല്ലെങ്കിൽ ബാക്കിൽ തന്നെ അവിടെ മുണ്ടാതെ ഇരിക്കും. ഞങ്ങളവിടെ എത്തും ചെയ്യും, ചേട്ടായി ഇവിടെ ഇരിക്കുകയും ചെയ്യും. മറ്റേ കർണാടക നമ്മളെ ബെൽത്തങ്ങാടി എന്താ ഗഡായിക്കല്ല് പോണെന്ന് പറഞ്ഞ മനുഷ്യനാണ് പോയി പേടിച്ച് നടക്കുന്നത് ഇതിലെ. അതും ഇതിലെ. കാവേരി അങ്കിളിന്റെ ഒപ്പം ട്രെയിനിന് പോണെന്ന് പറഞ്ഞിരുന്നു. എവിടെയാണ് ഇപ്പൊ അത്? ഗഡായിക്കല്ല് അല്ല, ട്രെയിനിന് മലേന്റെ മണ്ടയ്ക്കൂടെ പോകുന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ചിത്രത്തിന് ഇതിൽ തന്നെ പോകാൻ വഹിക്കണില്ല. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. എന്താ ചെയ്യാ? ഞങ്ങൾ കൊണ്ടുപോരും. കൈ പിടിച്ച് കണ്ണടപ്പിച്ച് കൊണ്ടുപോരും. ഒറ്റ കല്ലിലായി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഈ കല്ലൊക്കെ എങ്ങനെ ഇവിടെ കയറ്റിയാവേ? ഇത് കയറ്റി കൊണ്ടുപോയെന്നാവില്ല. താഴത്തേക്ക് നോക്കാം. ഇവിടെ തന്നെ ആക്കിയെടുത്തതാവും. നമ്മളാ ചിത്രദുർഗ പോയ പോലെ. ചിത്രദുർഗ പോയപ്പോ കണ്ടമാരിക്ക് ഇത് കണ്ടോ? കുളം കാണാൻ മലയാണ്. ഒന്ന് അപ്പുറത്ത് കണ്ടോ? അപ്പുറത്തെ അത് ഇനി അത് കയറണ്ട. അത് പിന്നെ കുറച്ച് ചെറുതാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ആദ്യം അത് കയറി വന്നു. ചെറുതൊന്നും പറയാൻ പറ്റൂല. ഇതേമാതിരിക്ക് ഹൈറ്റ് അതും ഉണ്ട്. നല്ല രസം കേറി വരുമ്പോ. എന്താ ഭംഗി! ടൗണ് മൊത്തം കാണാം. നമ്മളെ വണ്ടി കിടക്കണ എവിടെയെങ്കിലും കാണുന്നുണ്ട് നിങ്ങൾക്ക്? കാണും നമ്മളെ വണ്ടി എവിടെയെങ്കിലും കിടക്കണത്? വണ്ടി കാണലൊരു കുന്തം കാണൂലല്ലേ? കാണില്ല. കിളിവാറി നിക്കാണ്.
അപ്പോൾ ആൾക്കാരങ്ങനെ കുറേ ആൾ കയറി വരുന്നുണ്ട്. കുറേ ആൾ അങ്ങ് മണ്ടയ്ക്കെത്തി. കയറ്റം കയറിയിട്ടുണ്ട്, എത്തുന്നില്ലല്ലേ. ഏകദേശം തീരാനായി, അവിടെ എത്താനായി. ഓ മേലെ പോകാം, 2 മിനിറ്റ് നിൽക്കാം. അങ്ങനെ മേലേക്ക് എത്തി ഏകദേശം. അല്ലേ ആ ഇവിടുന്ന് താഴത്തേക്ക് കാണിച്ചു കൊടുത്തേക്കാം. താഴെ അങ്ങ് കൊക്കമാരിക്കായി എത്രങ്ങാനും ഉണ്ടല്ലേ, എത്രങ്ങാനും കയറി തിരിച്ചിറങ്ങതില്ല. തിരിച്ചതിൽ ഇറങ്ങി പോകണം, പേടിയുണ്ട് എനിക്ക്. എനിക്ക് എന്താ അറിയില്ല, ഇങ്ങനെ കയറ്റം കയറുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ്. ഹൈറ്റില്ലേ ഭയങ്കര ഇതാവുന്നു. അയ്യോ ഏതായാലും അവിടെ എത്തി. താഴ്ന്ന് ഒരു സ്റ്റാച്ചു കണ്ടോ, അതും കാണാനല്ല. നമ്മൾ നേരത്തെ കണ്ടല്ലേ പ്രതിമ, അവിടുത്തെ വിഗ്രഹം, ആ വലിയ പ്രതിമ അല്ലേ, അത് കണ്ടേന്നു. അതെന്തിയാവോ. ഇതേ ഞാനിങ്ങനെ ഹൈറ്റുള്ള സ്ഥലം ഞാൻ നോക്കൂല, ചേട്ടായിട്ട് കണ്ടുപിടിച്ചാണ് ഇതെല്ലാം. ഇതിപ്പോ അങ്ങോട്ട് ഇറങ്ങി പോകണമെങ്കിൽ ചിലപ്പോൾ ഒരാളെ ഹെൽപ്പ് വേണ്ടി വരും. അങ്ങനെ അപ്പൊ 2 മിനിറ്റ് ഇരിക്കണോ? ഇരിക്കണോ? ഇങ്ങോട്ട് കേറി വാ. അങ്ങോട്ട് ഇറങ്ങണാണ് എൻ്റെ കിളി പാറും. ഞാൻ മെല്ലെ മെല്ലെ വരാം. നമ്മൾ മണ്ടയ്ക്ക് എത്തിയില്ലേ? ഞാൻ ഇവിടെ ലാൻഡ് ചെയ്തേന്ന്. എന്ത്? അയ്യോ, കുറച്ച് വെള്ളം കുടിച്ചാലോ നമുക്ക്? ഇങ്ങോട്ട് പോര്. അവിടെ കണ്ടില്ല നിങ്ങള്? ഒന്നും പറയാൻ വയ്ക്കില്ല കേട്ടോ. ഇതേ സംഭവം കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്നും പറഞ്ഞു കൊടുക്കാൻ വയ്ക്കണില്ല, ഒന്നും പറയാൻ വയ്ക്കില്ല, ശ്വാസം കിട്ടില്ല. ഓ കണ്ടില്ല നിങ്ങള്? നമ്മൾ എവിടുന്ന് വന്നതാ? ഈ കല്ലൊക്കെ വെച്ചേക്ക് നോക്കി, ഇത് മറിയാതിരിക്കാൻ ഉണ്ടോ? അങ്ങനെ വെച്ചതാവൂലേ? അടുക്കി 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 എന്തോ ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വാ. ഇവിടുന്ന് ഇന്നെ വലിയ ചൊറലാക്കുന്നുണ്ട് എനിക്കേ. അങ്ങോട്ട് പോയാൽ ചേട്ടായിക്ക് പണി പാടും. കൊക്കെ ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടുന്ന് നോക്കി ക്ലിയർ ആക്കണം. ഇനി ഇവിടുന്നേ താഴത്തേക്ക് നോക്കി ക്ലിയർ ആക്കണം. ബസ് സ്റ്റോപ്പ് വേണം. ബസ് സ്റ്റാൻഡ് കണ്ടോ? ബസ് സ്റ്റാൻഡ് കണ്ടോ? ബസ് സ്റ്റാൻഡിന്റെ അതാണ് ആ കുളം. മുന്നിലാണ്ട് നമ്മളെ വണ്ടി. എവിടെ? ആണ്ട് ബസ് സ്റ്റാൻഡിന്റെ മുന്നില് കണ്ടോ? അപ്പൊ ആ കാറ് പോണേ അവിടെ നമ്മളെ വണ്ടി. അയ്യോ നോക്കിയാ എന്തേരം ഫുള്ള് അങ്ങനെ കടക്കുന്ന നോക്കിയുണ്ടല്ലേ? ഫുള്ള് കാണാല്ലേ? ഫുള്ള് കാണാം. ഉയരങ്ങളിൽ ദൂരത്തോളം താഴെയുള്ളത് കുറെ അതേപോലെ കാണാല്ലേ? കണ്ടോ കുളം? ആ കുളം എന്തല്ലേ? നമ്മൾ ഏത് നാട്ടിൽ നിന്ന് വന്നാലേ വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ നേരത്തെ ആൾക്കാർ കൈയടക്കില്ലേ? നമുക്കുള്ള ഇനിയിപ്പുള്ള വ്യൂ ഉള്ള സ്ഥലങ്ങളൊക്കെ വളരെ അപൂർവമാണ് അല്ലേ? നമുക്ക് ഇപ്പൊ ഈ ഒരു വ്യൂ ആണ് കാണിച്ചു കൊടുക്കാൻ. നമുക്ക് ഇതുണ്ട് കാണിച്ചു കൊടുക്കാം. ഇതാണ് വ്യൂ എന്ന് പറയുന്നത്. അവിടെ നോക്കിക്കോളി. നോക്കാണ് ചങ്കള വ്യൂ എന്ന് പറഞ്ഞാല് ഈ ജാതി മുതൽ സ്ഥലങ്ങളൊക്കെ നേരത്തെ രാജാക്കന്മാരൊക്കെ കീഴടക്കിട്ടോ. നമുക്ക് ഇപ്പോഴുള്ള സ്ഥലങ്ങളൊക്കെ അധികം വ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മളെ കർണാടകയിലെ ശ്രാവണബെലഗോള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇത് ജെയിൻ ടെമ്പിളാണ്. ഇതിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 500 സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ഈ ഒരു സൈറ്റിലെത്താൻ അല്ലേ? ഇനി ഇവിടുന്ന് ഇപ്പം നമ്മൾ നിൽക്കണോർന്ന് ഇനി അങ്ങോട്ട് ഇഞ്ഞും മേലേക്ക് ഇഞ്ഞും കയറാനാണ്. ഇനിയും മുകളിലോട്ടതാണ്. ആ മേലെ വരെ കയറാണ്ട് അവിടെയാണ് കാണാനുള്ള കാഴ്ച. വേറെ വ്യൂ ഉള്ള സ്ഥലം. പോവാ നമുക്ക് അങ്ങോട്ട് പോവാഞ്ഞ്. സംഭവേ ആദ്യം ഒന്ന് പാളിയാലും ഇപ്പൊ സംഭവം കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. മേലെ എത്തിയപ്പോ ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതെന്താ വെച്ചാൽ പഴയ കന്നഡ ലിപിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ ആ കല്ല് കണ്ടോ? അതെന്താ അങ്ങനെ? ആ കല്ല് ഇങ്ങോട്ട് മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് വർഷങ്ങളോളം അതങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിങ്ങനെ കേടുകൂടാതെ. എന്തുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ ഉറപ്പിച്ചു വെക്കുന്നത്? അതവിടെ ഇതിട്ടിട്ട് ഉണ്ടല്ലേ, പാറയ്ക്കൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്ത് അതുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. എന്തൊക്കെ കണ്ടുപിടുത്തല്ലേ?
പിന്നെ കുറേ സംഭവങ്ങളുണ്ട് ഇതിനകത്ത് കാണാൻ. നമ്മൾ ആ ചിത്രദുർഗയിൽ പോയപ്പോൾ കണ്ടില്ലേ ഇതേപോലത്തെ ഓരോ തൂണുകൾ, അതേപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ കല്ലുകൾ, ഇത് അമ്പലത്തിൽ പൂജ ചെയ്യുന്നുണ്ട്. അവിടുന്ന് വരുന്നതാണോ? ഗ്ലാസ് ഇട്ടുണ്ട് അല്ലേ? ഇതെന്താ ഇതിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്? അത് അമ്പലത്തിലെ പൂജയാ? പൂജന്റെ ഒന്നല്ല. അല്ല അതല്ല ലക്ഷ്യത്. അതല്ല അതല്ല. ആ ഉരുളം കല്ലുകളൊക്കെ നോക്കിയാ വലിയ വലിയ പാറക്കെട്ട്. ഒറ്റ കല്ലാണ് അതൊക്കെ. പക്ഷെ നമുക്ക് കാലാവസ്ഥ പ്രതികൂലമാകുമോ? മഴ ചാറാൻ തുടങ്ങി. അവിടെയൊക്കെ കണ്ടോ? അങ്ങോട്ടും ഉണ്ടല്ലേ? അങ്ങോട്ടേക്ക് ഏതാ മുതലല്ലേ? ഇതൊക്കെ നേരത്തെ വരണേ നമ്മളല്ലേ? നേരത്തെ വന്നാ നേരത്തെ ഒന്ന് വിറക്കണേന്ന്. ഇങ്ങനത്തെ കട്ടിങ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്ട്രെയിറ്റ് കയറുമ്പോഴാണ് പേടി. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ആ മല കണ്ടോ, അവിടെയും കയറണം. അത്ര ഹൈറ്റ് അങ്ങോട്ടും ഇത്ര അത് നമുക്ക് കയറും. ഇത് കല്ല് ഹൈറ്റ് ആയിട്ടേ കാല് കുറച്ച് ഹൈറ്റ് ഉണ്ടല്ലോ കല്ല്, കേറിട്ട് എത്തണില്ല. മഴ പെയ്താൽ പണി പാളും അല്ലേ? മഴ ചാറുന്നുണ്ട്. ഇത് കുറച്ച് വലിയ വലിയ കല്ലുകളാണല്ലോ. ഇങ്ങോട്ടത്തെ പോലെ മടുത്തപ്പോ കല്ലിന്റെ ഹൈറ്റ് കുറച്ചതാ. ഹൈറ്റേ മറ്റേ സ്ലൈസാ പോലെ ആക്കാനേ കനം കുറയ്ക്കാൻ ഓൽക്ക് പറ്റിയില്ല. ഹൈറ്റ് കൂടിയപ്പോ ഓൽക്ക് നോക്കി നേരത്തെ മാറ്റ സ്റ്റെപ്പ് തന്നെ മതിയെന്ന് അല്ലേ? നേരത്തെ മാറ്റ സ്റ്റെപ്പ് തന്നെ മതിയെന്ന്. ഇങ്ങോട്ട് എത്തിയപ്പോലെ സ്റ്റെപ്പിന്റെ കനം കുറയ്ക്കാൻ മറന്നുപോയി. അയ്യോ, ഇതൊക്കെ നമുക്ക് ഇനി ഇറങ്ങും വേണ്ടേ? അങ്ങ് പോണം. കേക്കും സകല സാധനം കൊണ്ടുവന്നാലേ എല്ലാവിടെ പിടിച്ചു വെച്ചില്ലേ? ഇന്നൊന്നും തിന്നിട്ടില്ലേ, വിശക്കുണ്ട്. ഇവിടെ പൂജ ചെയ്യണതിൻ്റെ ഇത് കണ്ടോ? ഇവിടെ ഉണ്ട് ശ്രീ ഭരതേശ്വര, പിന്നെ ഇപ്പുറത്ത് ശ്രീ ഗോമതേശ്വര. ഇനിയുണ്ടോ? ഇനിയും കയറണോ? ആണ്ടാ പാപികളെ, നമ്മളെ ബന്നെ തിന്നിട്ടുള്ളൂ നീ. ചേട്ടായി ഫുഡ് നല്ലോണം കഴിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഇത് നോക്കി, ഈ കല്ലൊക്കെ നോക്കി, അടുക്കി തണുപ്പ്. ഇത് വേറെ കല്ലല്ലേ? ഇത് വേറൊരു കല്ല്, വാർപ്പ് പോലെ വെച്ചേക്കുന്നുണ്ടോ? ഇതേ ഇവിടെ അങ്ങനെ കൊണ്ടുവന്ന് പിടിപ്പിച്ച് വെച്ച പോലെ ഉണ്ട്. ആ കല്ല് അവിടെ ഉണ്ടായിരുന്നാണ് ആദ്യം. ഇതവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്, പക്ഷെ അതിന്റെ സൈഡിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ആക്കി അങ്ങനെ ഡിസൈൻ ചെയ്ത് ആക്കിയാലേ. നല്ല തണുപ്പ്. അമ്മേ, ഇനി അങ്ങോട്ട് കയറാനാ? എന്തേ എണ്ണിയാ മതിയെന്ന്. ഇനി അങ്ങോട്ട് പോകുമ്പോ എണ്ണിയാക്കണം. നല്ല കൂളാന്നല്ലേ അതിന്റെ മുകളിലെത്തി കഴിഞ്ഞാല് അല്ലേ? കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും അല്ലേ? ടെൻഷനൊക്കെ ഒന്ന് മാറി. ഇങ്ങോട്ട് 4 സ്റ്റെപ്പ് കയറുമ്പോഴേക്കും ടെൻഷനൊക്കെ പമ്പടക്കും. ആരെങ്കിലും ടെൻഷൻ അടിച്ചിങ്ങനെ ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കണ്ടെങ്കിൽ 4 സ്റ്റെപ്പ് കയറിയാൽ മതി. ഇവിടെ വന്ന് തന്നാലെ പോവും. കല്ലിട്ട് നോക്കി. ഇതൊക്കെ ഇതിപ്പോ ടൈൽസ് ഇട്ടാ? അടുത്ത കാലത്ത് എങ്ങാനും ഇന്റർലോക്ക് ഇട്ടോ? ഇപ്പൊ അടുത്ത കാലത്ത് എങ്ങാനേ. ചിത്രദുർഗ പോയ നമ്മളെ ഇങ്ങനെ ലാസ്റ്റ് കേറി എത്തിയപ്പോ ചെമ്പകമരം ഉണ്ടായിരുന്നു. പക്ഷേ വേറെ കാര്യം, അന്നത്തെ ചിത്രദുർഗ വലിയൊരു റിസ്ക് ഇല്ലായിരുന്നു. റിസ്ക് ഇല്ല. അതേപോലെ സ്ട്രെയിറ്റ്
കയറ്റമല്ല. അതെത്ര 7 ഗേറ്റോ 9 ഗേറ്റോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇത്ര സ്റ്റെപ്പിൻ്റെ അതില്ലേന്ന് അവിടെ. ഇനിയും കയറാണ്ട് എത്താനായി തോന്നുന്നു. എത്താനായി. അവിടെ നമ്മൾ പോയെന്ന് ചെമ്പകമരം ഉണ്ടായിരുന്നു. അന്നത്തെ രാജാക്കന്മാരുടെ ഐശ്വര്യത്തിനും മറ്റുമൊക്കെ ആയിട്ട്. അയ്യോ അങ്ങനെ ഈ തൂണിലൊക്കെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടല്ലേ. ഭരതനാട്യോ പക്ഷെ നമുക്ക് കന്നഡ അധികം അറിയാത്തോണ്ട് അവർ പറയണത് നമുക്ക് മനസ്സിലാവില്ല അല്ലേ? മനസ്സിലാവില്ല. പിന്നെ മനസ്സിലാകാത്ത കാര്യം നമ്മൾ മൂളേണ്ടി വരും. പിന്നെ ആലോചിക്കുക എന്താണ്. എന്തിൽ വെച്ചു? ഇതിനകത്തൊക്കെ കുത്തി വെച്ചേക്കുന്നുണ്ടോ? ഇവിടെ ഇത് കണ്ടോ, ഈ കല്ലിൻ്റെ ഒക്കെ ഒരു പാടല്ലോ ഇപ്പൊ നോക്കാം. അടുക്കി 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 വെക്കണ്ടല്ലേ? എങ്ങനെ അടുക്കി കാണും? എന്തുകൊണ്ടാ അന്ന് ഇതൊക്കെ പൊക്കി കാണുക എടുത്ത്? ഏലിയൻസോ സംഭവേ മേലേക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അവിടെ വെച്ചിട്ട് സ്റ്റോപ്പാക്കി നമ്മൾ അവിടെ വരെ എടുത്തോളൂ. അപ്പം കാണാൻ പറ്റാത്ത ഞമ്മക്കിത് കാണിച്ചു തരാൻ പറ്റില്ല. നേരിട്ട് വരിക കാണുക അല്ലേ? അതങ്ങനെ തന്നെ. അങ്ങനെയൊക്കെ പല സ്റ്റെപ്പും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇതെല്ലാം തിരിച്ചിറങ്ങണ്ടേ? പോണം. ഇറങ്ങാൻ വയ്ക്കില്ല, കയറി മരിക്കല്ല. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഇനി പറഞ്ഞ എന്നിട്ട് കാര്യമില്ല. ഇതല്ല അവിടെയാണ് 500. എപ്പോൾ ഇറങ്ങി ഇനി നമുക്ക് അങ്ങേപ്പുറത്ത് പോകണം. അങ്ങോട്ട് പോണല്ലേ? അവിടെ എല്ലാവരും ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞോ? അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി കഴിഞ്ഞു. എന്നാ അവിടെ പോയിട്ടാണോ അങ്ങോട്ട് വരല്? അതല്ല, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കണ്ടൊരു വിഗ്രഹം ഉണ്ടോ? അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലേ? സെയിം ചിത്രദുർഗ പോയ അതേപോലെ തന്നെ അല്ലേ? പക്ഷെ ചിത്രദുർഗയിൽ പോകുമ്പോൾ കല്ലുകളിലൊക്കെ ഓരോ രൂപങ്ങള് അങ്ങനെ കാണാം. കല്ല് മീനിന്റെ പോലെ ഉണ്ട് അല്ലേ? അതല്ലേ? അങ്ങനെ പുറത്ത് നോക്കുമ്പോ ഇതൊക്കെ എന്താ സംഭവം? കല്ല് ആൾക്കാരെടുത്ത് വെച്ചോ? അത് ബന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞായിരിക്കും. ബന്ന് കാണണം, വന്നുകാണ്ട് കാണണം, എന്നാലും അതിൻ്റെ ഒരു ഗുമ്മിട്ടുള്ളൂ. കാസർഗോഡല്ല, മലപ്പുറം. ഇതൊന്നും മിസ്സാക്കരുത് കേട്ടോ, ഒന്ന് കാണണതൊക്കെ. ഇതൊക്കെ ഒരു രസമാണ് അല്ലേ? നടന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക് കിളി പാറി ഇങ്ങനെ നിൽക്കണം കേട്ടോ. നേരെ നോക്കി പോണം. ഞാൻ പിടിച്ചിട്ടുണ്ടടാ, നോളെ പിടിച്ചിട്ട് കുഴപ്പമില്ല. നേരെ പിടിച്ചട്ടോ. ആ ഇറക്കിറങ്ങുമ്പേ കൊറേ കുത്തനല്ലേ? ഇങ്ങനത്തെ ഒരു വേദന ഞങ്ങൾ ഇണക്കുരുവികളെ പോലെ ഇങ്ങനെ ചിത്രമ്പള്ളി ഇങ്ങനെ ഒരു വേറെ വരച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു മേലെ ഞാൻ ഈ ഭാഗത്തേക്ക് വരില്ലല്ലേ? ശ്രാവണ പഴകോള ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ? ആർക്കും ഒരു പേടില്ല. എനിക്കിങ്ങനെ ആർക്കും പേടില്ല, ഞങ്ങൾക്കും പേടില്ല. ആ ചേട്ടായി ഇങ്ങനെ ചീത്തറിയണോണ്ട് ഞങ്ങൾ ഈ മെല്ലെ പോണം. ഇല്ല വെച്ചെങ്കിൽ ഞങ്ങൾ അവിടെ എവിടെയും എത്തിട്ടിപ്പോ. അടിപൊളിയാണ്. അപ്പുറത്തൊരു മല ഉണ്ട്, അത് കൂടി കയറണം. അടുവുണ്ടോ? ആട് കയറും. അല്ല പിന്നെ അത് ചെറുതാന്ന് തോന്നുന്നു. അതാദ്യം കയറി ഇങ്ങോട്ട് വന്നതേനി. ഇങ്ങനെ ഒരു പെടല്. മലയാളിയാണ്, മേരം മറ്റേ മൂപ്പര് മലയാളിയാണ്. മൂപ്പര് നോക്കി നിക്കണ്ടേന്ന്. നോട്ടം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി മലയാളിയാണ്. പക്ഷെ വർത്തമാനം പറയാനുള്ള മൂഡ് കിട്ടിയില്ല എനിക്ക്.
കാല് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ വിറയ്ക്കണം കേട്ടോ. നമ്മൾ ഈ ഇറക്കിറങ്ങി വരുമ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാവും കാലിന്റെ മുട്ട് അങ്ങോട്ട് കയറ്റം കയറി ഇറങ്ങുമ്പോ പിന്നെ 14 കൊല്ലം മുന്നേ പിടിച്ച കയ്യ പിന്നെ ഇപ്പള പിടിക്കണില്ലേ നോക്കില്ലേ 14 കൊല്ലം മുന്നേ പാലത്ത് വന്ന് പിടിച്ച പിടുത്താ അത് കഴിഞ്ഞ് ഇപ്പളാ പിടിക്കണേ 2026 അല്ലേ 2026 14 പിടിച്ചിട്ടില്ലേ കഴിഞ്ഞ് ഇനി കൈ വിടട്ടെ കേട്ടോ. ആർക്കും വേണല്ലേ വീട് എന്റെ കയ്യിന്നല്ലേ. അപ്പം വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാല് എത്രയും പെട്ടെന്ന് വെച്ച് പിടിച്ച് പോന്നോളിട്ടോ. മിസ്സാക്കണ്ട, നല്ല സ്ഥലമാണ്, നല്ല കാണാൻ നല്ല രസമുള്ള. ഒരു ഉച്ച സമയത്ത് വന്നാ മതി. ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചോറായിരിക്കും വെയിലുണ്ടെങ്കിൽ. വെയില് പോണ ഒരു ടൈം ഉണ്ടല്ലോ, ആ സമയത്തേ പറ്റുമോ. ഒരു 2-3 മണിക്ക് ആകുമ്പോ വരിക. എന്നിട്ട് നടന്ന് മേലെത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അവിടെ ഇരിക്കുക കുറെ നേരം കാറ്റൊക്കെ കൊണ്ട്. നമുക്ക് ആദ്യം ആ മല കയറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അന്നൊരു സാധനം തിന്നില്ല പൈച്ചിട്ടാണ് അതിന്റെ പ്രശ്നം അതിന്റെ ഇതും കൂടിയാണ്, കുഴക്കാണ്, ക്ഷീണാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത വീണ്ടും കാണാം. ബൈ ബൈ. കാല് വറക്കുന്നുണ്ടല്ലേ.